കണ്ണൂരിലെ CPM-ൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായൊരു പരിണാമമാണ്. എങ്ങനെയാണോ പിന്നെ ബംഗാളിൽ CPM-ന് സംഭവിച്ച ഒരു സാധനത്തിൻ്റെ ചരിത്രപരമായൊരു പഴുക്കലുണ്ട്. കേരളത്തിലെ CPM ആ പഴുപ്പ് കുറച്ച് വൈകിയെന്നേ ഉള്ളൂ. ഇനി അത് പഴുത്ത് പൊട്ടാൻ പോവാണ്. അതിൻ്റെ പാരമ്യത്തിലാണ്. അല്ലെങ്കിൽ കണ്ണൂർ പോലെയുള്ള സ്ഥലത്ത് മനുവിനെ പോലത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അതാണ് അതിലെ കാര്യം. അത് സ്വാഭാവികമായി ചരിത്രപരമായി സംഭവിക്കുന്ന ഒരു ധൈര്യമോ അല്ലെങ്കിൽ സ്വാഭാവികതയോ മാത്രമാണ്. അതല്ല, ഇത് നമ്മൾ പൊതുവേ ഞാനൊക്കെ രൂക്ഷമായ CPM വിമർശകനാണ്. പക്ഷെ അപ്പോഴും നമ്മൾ ഒഴികെന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരാളായിരുന്നു P. ജയരാജൻ. അദ്ദേഹവും വിശുദ്ധനല്ല എന്ന അവസാനത്തെ അറിയിപ്പാണ്. എന്നുവെച്ചാൽ അതിനകത്ത് ഇനി ബാക്കിയില്ല മാന്യന്മാർ എന്നാണ്. എല്ലാം കള്ളന്മാരാണ്, ഇനി അങ്ങനെ ഒരു കപ്പലിനെ പ്രതീക്ഷിക്കേണ്ട, അത് മുങ്ങാൻ തന്നെ പോവാണ് എന്ന അവസാനത്തെ അറിയിപ്പാണ് മനുവിൻ്റെത്. കാരണം എങ്ങനെ അല്ല, വഴിതിരിച്ചു വിടാനുള്ള ശ്രമങ്ങളൊക്കെ കണ്ണൂരിൽ നിന്ന് മനുവിനെ പോലത്തെ ഒരാൾ ഇത്ര പച്ചക്ക് പറഞ്ഞിട്ട് നടത്തണമെന്നില്ല. ഇപ്പം സ്വാഭാവികമായി പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഭരണകൂടത്തിൻ്റെ എന്ന് വെച്ചാൽ P. ജയരാജന് വിരുദ്ധരുടെ ഒരു ഒത്താശ മനുവിനുണ്ടോയെന്നാണ്. ഇങ്ങനെയുള്ളൊരു സെൻസിറ്റീവായ വിഷയത്തിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് മനുവിനെ കയറി പണിതതിന് ശേഷം പിന്നെ മറ്റുള്ളവരൊന്നും സംരക്ഷിക്കുമോ? അങ്ങനെ ഒരു റിസ്ക്കൊന്നും CPM എടുക്കില്ല. CPM അങ്ങനെ റിസ്ക് എടുത്തതുമല്ല. മനു ധൈര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ മനുവിൻ്റെ ധൈര്യം മാത്രമല്ല, സാഹചര്യം അങ്ങനെയാണ്. ഇപ്പോൾ ഒരാൾ അങ്ങനെയാണല്ലോ, ആളുകൾ കൈവക്കാൻ തുടങ്ങിയ പിന്നെ അടിയാണല്ലോ. ഇപ്പോൾ നാട്ടുകാർ കൈവച്ച് കൊടുക്കുന്ന സമയമാണ് CPM-ൻ്റെ. അവസാനത്തെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും സാധാരണക്കാർ കയറി കൈവക്കാൻ തുടങ്ങി. ഒരു പെണ്ണ് നിങ്ങൾ കണ്ടല്ലേ, മീഡിയക്കാർ കണ്ടല്ലേ, ബോംബ് പൊട്ടിയെടുത്ത ആ പെണ്ണിന് അമ്മ വന്ന് വിളിക്കുമ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി എന്തിനാണ് അമ്മയെ ശ്രമിക്കുക, എങ്ങനെയാണ് പറയട്ടെ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അവിടെയാണ് പറയട്ടെ എന്നാണ് അവസാനത്തെ. ഇനി എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഇറങ്ങാൻ പോവാണെന്ന് പറയുന്ന CPM കേഡറുകളുടെ ഒരു ആത്മപരിശോധന കാലമാണ്. അതും ഇതിൻ്റെ ഭാഗമാണ്. TP കേസിൽ എന്തുകൊണ്ടാണ് TP കേസിലെ എന്താണ് ആളുകൾക്ക് വേണ്ടി നിൽക്കുന്നത് അറിയോ? അല്ലെങ്കിൽ കുഞ്ഞനന്തനെ പോലെ ഒന്നുകിൽ അവർ മരണം വരിക്കേണ്ടി വരും, അതല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കേണ്ടി വരും. ഒരു പോലീസ് ഓഫീസറെ നടപടിയെടുക്കാൻ മാത്രമുള്ള ഒരു ഇത്ര വലിയ വിഷയത്തിൽ CPM അതും ഇത്ര ഒരു സുതാര്യമായ മീഡിയ കാലത്ത് ഇങ്ങനൊരു ശ്രമം നടത്തുമോ? നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. കാരണം TP വധക്കേസിലെ ഷാഫി അടക്കമുള്ള പ്രതികൾ സർക്കാരിനെ ഭീഷണിപ്പെടുത്തിയാണ്. നിങ്ങൾ ഇതുമായിട്ട് പോയാൽ അപകടമുണ്ടെന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയും. ഇതുപോലൊരു വാക്ക് കുഞ്ഞനന്തനിടക്ക് വ്യംഗ്യന്തരേണ പറഞ്ഞിരുന്നു. അത് കുഞ്ഞനന്തൻ്റെ ഭക്ഷ്യവിഷബാധയിലും മരണത്തിലുമാണ് കലാശിച്ചത്. ഞാനത് ഉന്നയിച്ച ഒരു കാര്യമാണ്. ഇപ്പം വരാൻ പോകുന്ന കേസുകൾ അത് മാത്രമല്ല. ഞാൻ അന്ന് കുഞ്ഞനന്തൻ്റെ വിഷയം മാത്രമല്ല പറഞ്ഞത്. ഞാൻ എൻ്റെ ഒരു എതിരാളിയായിട്ട് അല്ല, സ്വാഭാവികമായിട്ടൊരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു വന്ന ഒറ്റ ആനുകൂല്യത്തിനാണ് പ്രകാശ് മാഷെ അന്ന് വിട്ടിരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കൊലപാതകങ്ങളുടെ സീരീസുകൾ കുഞ്ഞനന്തനിലോ TP വധക്കേസിലോ അല്ലെങ്കിൽ ഫസൽ വധക്കേസിലോ മാത്രമല്ല, അഴീക്കോട്ടിലെ പ്രകാശ് മാഷ് അദ്ദേഹം മീഡിയയിൽ നിങ്ങൾ വിളിക്കാറെന്തിനാണെന്ന് വെച്ചാൽ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കാൻ, ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ച് സംസാരിക്കാൻ. അദ്ദേഹത്തിൻ്റെ മകള് ഒരു ജാതിയിൽ തൊട്ട് താഴെ ജാതിയിൽപ്പെട്ട ഒരാളെ പ്രേമിച്ചതിന് അവനെ കള്ളുടിച്ചിട്ട് കൊല്ലാനാക്കി. പിന്നെ അവസാനം അവന് കള്ളു കൊടുത്തവനെ കൊല്ലാൻ വേറെ കൊട്ടേഷൻ കൊടുത്തു. മകള് ആത്മഹത്യ ചെയ്തു. എത്ര കൊലപാതകങ്ങൾ പ്രകാശ് മാഷ വീടുമായിട്ട് ചുറ്റിപ്പറ്റി നടന്നിട്ടുണ്ട്, എത്ര കൊലപാതകങ്ങൾ. അതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു കാലമാണ് ഇപ്പോൾ. മനു ഒരു ചെറിയ വിഷയമല്ല പറയണത്. ആരാ അതിൽ ബാക്കിയുള്ളത്? ഈ കോക്കസിനകത്ത് ആകെ ഞാനടക്കം കഴിഞ്ഞ ഒരു മാസം പോലും ഞാൻ പറഞ്ഞിരുന്നു P. ജയരാജനെ പോലെ ചില ആളുകൾ ഒഴിച്ചു എന്ന്. ആ ഒഴിച്ചെന്ന് പറയാൻ ആരും ഇനി ബാക്കിയില്ല. P. ജയരാജനും പറയണ മനുവാണ്, ഷാജിയല്ല. മനു ആ പാർട്ടിക്കകത്തെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അയാൾ വരെ പറയുകയാണ് ഇനി P. ജയരാജനും ബാക്കിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് പൊട്ടാൻ പോവാണ്. ബംഗാളിൽ പൊട്ടിയ പോലെ, ത്രിപുരയിൽ പൊട്ടിയ പോലെ അവസാനത്തെ പൊട്ടാണ്. ഇടതുപക്ഷമൊന്നും ഇല്ലാതാവില്ല, പക്ഷേ CPM-ൻ്റെ ദുരന്തവും മരണവും അനിവാര്യമാണ്. അദ്ദേഹം ആട്ടിൻതോൽ അഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ വിശേഷമൊന്നുമില്ല. ഇതുവരെ ഉണ്ടായിരുന്നത് ആട്ടിൻതോലാണ്. മീഡിയക്കകത്തിരുന്ന ഒരു കടുത്ത CPM ഭക്തനും CPM പ്രവർത്തകനായിട്ടുള്ളൊരു മീഡിയ പ്രവർത്തനത്തിൻ്റെ ഒരു ആട്ടിൻതോൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുമാത്രമല്ല, അത് അഴിച്ചു വെച്ചു, അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന് വരേണ്ട സമയമാണ്. അദ്ദേഹത്തിനെ സ്വീകരിക്കാനാണ് മനു കണ്ണൂരിൽ ഇറങ്ങിയത്. കണ്ണൂരിലേക്കാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശം. മനുവാണ് സ്വീകരിക്കുന്നത്. ഇതിലൊന്നും കാര്യമില്ല.